റീറ്റെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹായ ഹൈപ്പർ മാർക്കറ്റിന്റെ മൂന്നാമത് സ്ഥാപനം മണ്ണാർക്കാട് ആര്യമ്പാവ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ചങ്ങലേരി മനച്ചിത്തോടി മൊയ്തു സാഹിബിന്റെ മാതാവ് കുഞ്ഞാത്തുട്ടി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത ബന്ധുക്കളുടെയും ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങോടെയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ആര്യമ്പാവ് ദേശീയപാതയോരത്തുള്ള പുതിയ ഹയ ഹൈപ്പർ മാർക്കറ്റ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും മികച്ച ഷോപ്പിംഗ് കേന്ദ്രമാകും. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഡയറി ആൻഡ് ബേക്കറി, ഹോം അപ്ലയൻസസ്, ഫുഡ്വെയർ, ഫാൻസി, പഴം, പച്ചക്കറി തുടങ്ങി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വൈവിധ്യമാർന്ന ശേഖരമാണ് ഹയ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സുകൾക്ക് പ്രത്യേക സെക്ഷനും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 6:30 മുതൽ രാത്രി 9 വരെയാണ് സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തന സമയം. മികച്ച ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടുന്നതെല്ലാം ഒരു കുടക്കീഴിൽ ഒതുക്കുക, പ്രദേശവാസികളായ യുവാക്കൾക്കും യുവതികൾക്കും ജോലി നൽകുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഹയ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഷോറൂം ചുമതല നിർവഹിക്കുന്ന ഷഫീഖ്, ഫാസിൽ, ഷമീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. മൂന്നാമത്തെ സ്ഥാപനമാണ് ആര്യമ്പാവിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് നൽകാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നല്ല സേവനങ്ങളും നല്ല സർവീസും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. 6 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. നമുക്കൊന്ന് ചങ്ങലേരി എന്ന് പറഞ്ഞ ആദ്യത്തെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്, അതിനുശേഷം ശ്രീകൃഷ്ണപുരം, അതിനുശേഷം ഇപ്പോൾ ആര്യമ്പാവിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ മൊയ്തുവിന്റെ അടുത്ത ബന്ധു മറിയ ആദ്യ വിൽപ്പന നടത്തി. വിദേശത്തുൾപ്പെടെയുള്ള 6 സ്ഥാപനങ്ങളുടെയും ലാഭവിഹിതം മതവിധി പ്രകാരം നിശ്ചിത ശതമാനം കണക്കാക്കി നിർധനർക്കു നൽകുകയാണ് മാനേജ്മെന്റിന്റെ രീതി. ഓരോ സ്ഥാപനത്തിന്റെയും വരുമാനം ആ നാട്ടിലെ വിധവകൾക്കും നിരാലംബർക്കും പ്രതിമാസ പെൻഷനായി നൽകും. ഒരു സമൂഹം കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ബിസിനസ് വിജയം നേടാനായതെന്നും അതിനാൽ വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം അശരണർക്കും നൽകുക എന്നതാണ് തന്റെ നിലപാടെന്നും മാനേജിംഗ് ഡയറക്ടർ മൊയ്തു പറഞ്ഞു. ഞാനൊരു കച്ചവടക്കാരൻ മാത്രമല്ല, ആ കച്ചവടത്തിൽ പറഞ്ഞാൽ ഒരു സേവനം കൂടി കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 6:30 തുറക്കും, 9 മണി വരെ തുറക്കുന്നതാണ്. അതുമാതിരി ആര്യമ്പാവിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കൃത്യമായിട്ട് ആര്യമ്പാവിന് അതിനർഹതപ്പെട്ടവർക്ക് വീതിക്കുന്നതാണ്. ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിലെ ആ സ്ഥാപനത്തിന് കിട്ടുന്നത് അവിടെയും വീതിക്കും. ഒരു പൈസ, ഒരു വ്യായം, ആർഭാടം അങ്ങനെ ഒന്നും എൻ്റെ പൈസ ചിലവാകും. എന്നിൽ വന്ന് നിങ്ങൾ എന്തൊരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിച്ചാലും അത് നിങ്ങളുടെ ബന്ധങ്ങളിലോ നിങ്ങളുടെ പ്രദേശത്തോ നിങ്ങളുടെ കുടുംബങ്ങളിലോ അതിൻ്റെ ഒരു വിഹിതം എത്തും. ഞാൻ തന്നെ എത്തിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ ഒരു ലെവൽ. എൻ്റെ ഉമ്മാനെ കൊണ്ടാണ് ഈ കട ഉദ്ഘാടനം ചെയ്യുന്നത്. എൻ്റെ അമ്മായിയാണ് ആദ്യം വിളിക്കുന്നത്. അത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ്. കാരണം ഞാൻ മരണപ്പെട്ടു എന്ന് വിചാരിച്ചാലും എൻ്റെ ഭാര്യ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ പാടില്ല. അപ്പം ഞാൻ എൻ്റെ ഉമ്മാനെ എൻ്റെ ഒപ്പം കൂട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ മക്കളെ പറഞ്ഞാൽ എൻ്റെ ഭാര്യനെ കൂട്ടിപ്പിടിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു കച്ചവടക്കാരൻ എന്ന് വിചാരിച്ചാൽ എനിക്കൊരു കുടുംബമുണ്ട്. കുടുംബത്തിൽ 20 അംഗങ്ങളുണ്ട്. ആ 20 അംഗങ്ങൾക്കും ഒരു പ്രചോദനം ഞാൻ ആവണമെന്ന ഉദ്ദേശം കൊണ്ട് തന്നെ ഞാനൊരു കച്ചവടക്കാരൻ. പിന്നെ ഈ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കാത്ത ഒരു സാധനം എൻ്റെ ഒരു സ്ഥാപനത്തിനും